ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെയൊക്കെ ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതലാക്കുന്നത്. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ നമ്മുടെ ലോങ് വീഡിയോസ് വഴി അറിയിക്കുന്നത് ഫ്രീ ജോബ് വേക്കൻസികളാണ്. അതായത് വിസകൾക്ക് പൈസ കൊടുക്കാതെ ജോബ് വിസകൾക്ക് പൈസ കൊടുക്കാതെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ജോബ് വേക്കൻസികളാണ് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ അറിയിക്കാറുള്ളത്. എല്ലാ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി ആദ്യം വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴത്തെ ഒരു ക്രൈസിസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയില്ല. അതേപോലെ തന്നെ നല്ല വേക്കൻസീസ് വരുന്ന സമയത്ത് മാത്രമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത്. അതേപോലെ തന്നെ എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ബേസിലാണ് നമുക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റാണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇപ്പോൾ ചെറിയൊരു യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മുടെ ന്യൂസ് ചാനലുകളിൽ പറയുന്ന അത്രത്തോളം വലിയ രീതിയിലൊന്നുമല്ല. അതായത് അതൊന്നും നമ്മുടെ ഗൾഫ് രാജ്യങ്ങളെ ബാധിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ജനവാസ മേഖലയിലേക്കൊന്നും യാതൊരു വിധത്തിലുള്ള ആക്രമണങ്ങളും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. ഇവിടെ അതായത് ജനജീവിതമൊക്കെ നോർമലി എല്ലാ കാര്യങ്ങളും നോർമലി തന്നെയാണ് പോകുന്നത്. ഓഫീസുകൾ, സ്ഥാപനങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. അതേപോലെ കുറച്ച് ആളുകൾക്ക് ചെറിയ രീതിയിലൊക്കെ ബാധിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എന്നിരുന്നാലും ആരുടെ ജീവന് ഭീഷണിയോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു കാര്യങ്ങൾക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും തന്നെ നമ്മൾ ആരും പാനിക്കാണ്ട കാര്യമില്ല. ഗൾഫിലുള്ള ആൾക്കാരെ കുറിച്ച് ഓർത്ത് ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാം നോർമൽ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലാണ്. അതായത് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും ഗൾഫിലില്ല. കാരണം അവിടുത്തെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങളോട് ആരും ടെൻഷൻ അടിക്കേണ്ട. ഈ സമയവും കടന്നു പോകും. പക്ഷേ വേക്കൻസീസ് ഒത്തിരി വരുന്നുണ്ട്. ആ വരുന്ന വേക്കൻസീസ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് ഫ്ലൈറ്റുകളൊക്കെ ഒന്ന് റെഡിയാകുന്നത് വരെ പുതിയ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നിർത്തി വെച്ചിട്ടാണുള്ളത്. കാരണം എന്ന് പറയുന്നത് നമ്മൾ ചില സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് മാത്രമല്ല നോമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നോമ്പ്, പെരുന്നാളൊക്കെ വരുമ്പോൾ ഒരുപാട് നോർമലി തന്നെ കുറേ സ്ഥാപനങ്ങൾക്കൊക്കെ ഡ്യൂട്ടി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഡ്യൂട്ടി ചെയ്ത് കൊടുക്കാറുള്ളത്. എല്ലാ വർഷവും അത് അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഈ വർഷവും ഉള്ളത്. അപ്പോൾ ആ ഒരു ഡ്യൂട്ടീൻ്റെ കാരണങ്ങൾ കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു 10 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ചിലപ്പോൾ 6 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുള്ളൂ. 24 hours ചിലപ്പോൾ 12 മണിക്കൂറേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ സ്റ്റാഫുകളെ അത്രയും അധികം ആവശ്യം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ നാട്ടിൽ പോയിട്ടുണ്ടാവും. പുതിയ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഒരു ഏപ്രിൽ മാസത്തോടുകൂടിയൊക്കെ തന്നെ ആയിരിക്കും ഇനി പുതിയ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആ ഒരു ടൈം അനുസരിച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴും നാട്ടിൽ നിന്ന് ഫ്ലൈറ്റുകൾ ഗൾഫിലേക്കും ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റുകൾ നാട്ടിലേക്കും ഉണ്ട്. അതൊന്നും ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട. കയറിപ്പോരാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ കയറിപ്പോരാം. ഇവിടെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവിടെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആകുന്നതൊക്കെ വളരെ കുറവായിട്ടുണ്ട് ഇപ്പം. കാരണം ബുക്കിങ്ങുകളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ട്രാവൽസുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന സമയത്ത് അവരൊക്കെ അതേപോലെ തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഫ്ലൈറ്റുകളൊന്നും ക്യാൻസൽ ആകുന്നില്ല. അപ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല. പോകാൻ പറ്റുന്ന ഫ്ലൈറ്റുകൾ മാത്രമേ ഷെഡ്യൂൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊന്നും ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടായാലും മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ഉയർച്ചകൾ മാത്രമല്ല, നമുക്കെപ്പോഴും താഴ്ചയുണ്ടാവും. അപ്പോൾ അതൊക്കെ ആ ടൈമും നമുക്ക് ജീവിതത്തിൽ നിന്ന് കടന്നു പോകും. അത് മാത്രം നമ്മൾ ചിന്തിക്കുക. നമുക്കൊരു ജോലി, ഒത്തിരി ആളുകൾ എനിക്ക് ഇന്ന ജോലി കിട്ടുമോ, എനിക്ക് ആ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുമോ എന്നൊക്കെ ചോദിച്ച് നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നുള്ളൂ. ഒത്തിരി ആളുകളെ നമ്മൾ ബൾക്കായിട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് അവർക്ക് വേണ്ട അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ പറ്റുന്ന അത്രത്തോളം ഒരു അംഗങ്ങളെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ എല്ലാ മാസവും നമ്മൾ റിക്രൂട്ട് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവരുന്നുള്ളൂ. ഇവിടെ വരുമ്പോഴാണെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് നമ്മുടെ അക്കോമഡേഷനിലേക്ക് ആക്കി അവിടുന്ന് ഫുഡ്, അതേപോലെ തന്നെ അക്കോമഡേഷൻ, വൈഫൈ സൗകര്യങ്ങൾ ഇതൊക്കെ നമ്മൾ റെഡിയാക്കിയതിന് ശേഷം അവർക്ക് ജോബിൻ്റെ സ്ഥലത്തേക്ക് എത്തിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ. ചില വേക്കൻസീസൊക്കെ നമ്മുടെ അടുത്ത് ഓക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ആ വേക്കൻസീസിനൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുവരെ നമ്മുടെ അക്കോമഡേഷനിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ജോലിക്ക് ആളുകൾ കയറിയതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിൻ്റേതായിട്ടുള്ളൊരു കാലതാമസം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നിർത്തിവെച്ച് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പൊതുവേ എനിക്ക് പറയാനുള്ളത്, നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട. 1 by 1 ആയിട്ട് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന, നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ആളുകളെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിപ്പോഴാണെങ്കിലും ഓക്കെ. പക്ഷേ ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജ് ഭയങ്കര കൂടുതലാണ്.
ഒക്കെ ഒരു 20,000-ൻ്റെ മുകളിലേക്ക് 27, 28, 30-ൻ്റെ മുകളിലേക്കൊക്കെയാണ് ടിക്കറ്റ് ചാർജുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി ഒന്ന് കുറയുന്ന സമയമാകുമ്പോൾ നമ്മൾ വീണ്ടും കാര്യങ്ങളൊക്കെ ഒന്നും കൂടിയും നല്ല രീതിയിൽ ഫാസ്റ്റാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആരും ടെൻഷൻ അടിക്കരുത്. നമുക്ക് ജോലിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. എപ്പോഴാണോ നമ്മുടെ അവസരം വരുന്നത് നമുക്കറിയാൻ പറ്റില്ല. ഒരു ചെറിയൊരു ചാൻസ് ആണെങ്കിൽ പോലും അതായത് നഷ്ടപ്പെടുത്താണ്ടിരിക്കുക. കാരണം നമ്മുടെ സമയം, ആയുസ് ഇതൊന്നും നമുക്ക് ഒരിക്കലും നമ്മുടെ കയ്യിലല്ല. അതിങ്ങനെ നമുക്ക് ഏത് സമയത്താണോ നമുക്കൊരു ഭാഗ്യം വരുന്നത്, അത് ഏത് വഴിക്കാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അതിപ്പോൾ നമ്മുടെ ചാനൽ വഴിയല്ലെങ്കിലും നമ്മുടെ കൺസൾട്ടൻസി വഴിയല്ലെങ്കിലും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. നല്ലൊരു ജോലി കിട്ടട്ടെ. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാനിതേപോലെ ഫ്രീ ജോബ്സും അതേപോലെ ഓഫീസ് ത്രൂ പോകാൻ പറ്റുന്ന, കൺസൾട്ടൻസി ത്രൂ പോകാൻ പറ്റുന്ന ജോബ് വേക്കൻസികളും ഇതെല്ലാം നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കും. ആർക്കെങ്കിലും ഉപകാരമാകട്ടെ, ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടട്ടെ. നമുക്കതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. ഓക്കെ ബൈ, താങ്ക് യു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് വീണ്ടും ജോബ് വേക്കൻസികളും മറ്റ് കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു. നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ജോബ് വേക്കൻസികളുടെ നമ്പർ അല്ലാതെ മെയിൽ ഐ ഡികൾ കൊടുത്തിട്ടുണ്ട്. ആ മെയിൽ ഐ ഡികളിലേക്ക് നിങ്ങളുടെ സി വികൾ മെയിൽ ചെയ്ത് കൊടുക്കണം. മറ്റ് കൊടുത്തിട്ടുള്ള എല്ലാ നമ്പറുകളിലേക്കും നിങ്ങൾ വാട്സപ്പ് വഴിയാണ് നിങ്ങളുടെ സി വികൾ അയച്ചു കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും ആർക്കും പൈസ കൊടുക്കേണ്ടതില്ല. എല്ലാം ഫ്രീ ജോബ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പുകളിൽ വന്നിട്ടുള്ളത്. അതിനാൽ പൈസ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജോബിന് പോകേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം പറയുന്ന കാര്യമാണ്, നമുക്ക് ജോബ് വിസകളാണ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതായത് 2 ലക്ഷം രൂപയോളം നമുക്ക് റേറ്റ് വരുന്ന ജോബ് വിസകളാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. നമ്മൾ വിസിറ്റിംഗ് വിസയിൽ പോയി ആ ജോബിന് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ നമുക്ക് റിപ്ലൈ തന്നു കഴിയുന്ന സമയത്ത് നമ്മൾ വിസിറ്റിംഗ് വിസയിൽ വരാമെന്ന് പറയുക. ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ഉണ്ട്, നമുക്ക് ഫ്ലൈറ്റൊക്കെ ഉണ്ട് ഭാഗികമായിട്ടാണെങ്കിലും. അപ്പോൾ അതനുസരിച്ച് അവരവിടെ വേക്കൻസി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്നുള്ളവർക്ക് സുഖമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ വിസിറ്റിംഗ് വിസയിൽ UAE-യിലുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന ജോബ് വേക്കൻസികളാണിത്. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് ജോബിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ ബൈ.